ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ അസസ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ റിട്ടേൺസ്, ഇൻകം ടാക്സ് റിട്ടേൺസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അതിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ വരുന്ന കാര്യങ്ങൾ, എങ്ങനെയെല്ലാം റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും, ഏതെല്ലാം ഫോംസിലാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഈ ഫയലിംഗ് എന്ന് പറയുന്നത് എന്താണ്, എവിടെയെല്ലാമാണ് പാൻ കാട്ട് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയെല്ലാം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തെ മോഡ് ഫയലിംഗ് ഓഫ് റിട്ടേൺ ഹിംസെൽഫ് ഓർ ത്രൂ ആൻ ഏജൻറ്റ്. ഒരു അസസിക്ക് നേരിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് മുഖേനയോ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. Filing of return on computer readable media as per section 139 subsection B on a floppy disk, magnetic cartridge tape, CD-ROM or any other computer readable media. കമ്പ്യൂട്ടർ റീഡബിൾ ആയിട്ടുള്ള മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഫ്ലോപ്പി ഡിസ്കിലോ CD-യിലോ വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടർ റീഡബിൾ ആയിട്ടുള്ള USB പോലുള്ള ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ടോ എന്ത് ചെയ്യാം? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം. ഫയലിംഗ് ഓഫ് റിട്ടേൺ ത്രൂ ടാക്സ് റിട്ടേൺ പ്രിപ്പയറേഴ്സ് TRPs സെക്ഷൻ 139B. TRPs അല്ലെങ്കിൽ ടാക്സ് റിട്ടേൺ പ്രിപ്പയറേഴ്സ് എന്ന് പറയുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്രൂവലുള്ള ആളുകൾ മുഖേന ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം. ഇതിനെല്ലാം ഉപരിയായിട്ട് സാധാരണ നമ്മളെല്ലാം ഉപയോഗിച്ച് കാണുന്ന രീതിയാണ് ഈ ഫയലിംഗ്. ഇലക്ട്രോണിക് ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാം. www.incometaxindia.efiling.gov.in എന്ന് പറയുന്ന ഇൻകം ടാക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോർട്ടലിലൂടെ റിട്ടേൺ ഈ ഫയലിംഗ് ആയിട്ടും ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഈ ഫയൽ ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റെപ്സാണ് സിമ്പിളായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ www.incometaxindia.efiling.gov.in എന്ന് പറയുന്ന വെബ് പോർട്ടലിൽ വിസിറ്റ് ചെയ്ത് രണ്ടാമത്തെ സ്റ്റെപ്പ് സെലക്ട് അപ്രോപ്രിയേറ്റ് ഇൻകം ടാക്സ് റിട്ടേൺ ഫോം ITR ഫോം. ഓരോ അസസിക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ ഫോമുകളുണ്ട്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോം അതിൽ ചൂസ് ചെയ്യാം. തേർഡ് സ്റ്റെപ്പ് പ്രിപ്പയർ റിട്ടേൺ എയ്തർ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ ബൈ ഡൗൺലോഡിംഗ് ഫോം ആൻഡ് അപ്ലോഡിംഗ് റിട്ടേൺ. നമുക്ക് റിട്ടേൺ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഫില്ല് ചെയ്യാൻ കഴിയും. ഓൺലൈനായിട്ട് ചെയ്യാന്ന് പറഞ്ഞ് നേരിട്ട് നമ്മൾ അതിൻ്റെ ആ ഫീൽഡുകളിൽ ഡാറ്റ എൻ്റർ ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ്. ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഫോം എക്സൽ ഫോർമാറ്റിലുള്ള ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്തിട്ട് പിന്നീട് അത് അറ്റാച്ച് ചെയ്തുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ്. ഈ രണ്ട് രീതിയിലും റിട്ടേൺ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. ഓൺ സക്സസ്ഫുൾ അപ്ലോഡ് ടേക്ക് പ്രിന്റ് ഓഫ് അക്നോളജ്മെന്റ് ഫോം ഇഫ് റിട്ടേൺ ഇസ് ഡിജിറ്റലി സൈൻഡ് ഓർ ഇലക്ട്രോണിക്കലി വെരിഫൈഡ് ബൈ EVC. റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു അക്നോളജ്മെന്റ് കിട്ടും. അക്നോളജ്മെന്റ് ഫോം ITRV എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് അക്നോളജ്മെന്റ് ഫോം കിട്ടുക. അത് ഡിജിറ്റൽ സിഗ്നേച്ചറോ അതല്ലെങ്കിൽ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡോ ഉപയോഗിച്ച് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. നാലാമത്തെ സ്റ്റെപ്പ് വരെയുള്ള കാര്യങ്ങൾ മതി. EVC അതല്ലെങ്കിൽ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്ത് വെരിഫൈ ചെയ്യുകയാണെങ്കിൽ നാലാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ അക്നോളജ്മെന്റ് ഫോം ഡൗൺലോഡ് ചെയ്യുന്നത് വരെയുള്ള പ്രിന്റ് എടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയാവും. എന്നാൽ ഒരാൾക്ക് ഡിജിറ്റൽ സിഗ്നേച്ചറോ അതല്ലെങ്കിൽ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡോ അവൈലബിൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് ബാധകമായിട്ടുള്ളത്. അവരെന്ത് ചെയ്യണം? സെൻഡ് ഈ ITRV ഫോം ടു CPC ബാംഗ്ലൂർ വിത്തിൻ 120 days. ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് ഡിജിറ്റൽ സിഗ്നേച്ചറോ ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഇലക്ട്രോണിക്കൽ വെരിഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ITRV അക്നോളജ്മെന്റ് ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അത് 120 ദിവസത്തിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്ത് 120 ഡേയ്സിനുള്ളിൽ ബാംഗ്ലൂരിലുള്ള CPC സെൻട്രൽ പ്രോസസ്സിംഗ് സെന്ററിലേക്ക്
അത് ഓർഡിനറി പോസ്റ്റിലോ സ്പീഡ് പോസ്റ്റോ ആയിട്ട് അയച്ചു കൊടുക്കണം. ഇതാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഫയലിങ്ങിനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദി ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് അണ്ടർ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ? നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് കിട്ടുന്നത്? ഒന്ന്, കാൽക്കുലേഷൻ ഓഫ് ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് ത്രൂ റിട്ടേൺ പ്രിപ്പറേഷൻ സോഫ്റ്റ്വെയർ. നമ്മൾ ഒരിക്കലും നമ്മുടെ ടാക്സോ കൊടുക്കാനുള്ള ഇൻട്രസ്റ്റോ ഒന്നും കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻകം നമ്മൾ അതിനകത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് അടക്കമുള്ള എന്തെല്ലാം പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടോ എല്ലാം തന്നെ റിട്ടേൺ പ്രിപ്പറേഷൻ സോഫ്റ്റ്വെയർ തന്നെ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. വ്യൂ ടാക്സ് ക്രെഡിറ്റ് സ്റ്റേറ്റ്മെന്റ് ഫോം 26AS ഓഫ് ഓൾ ടാക്സസ് പെയ്ഡ് ആൻഡ് ഡിഡക്റ്റഡ് വിത്തൗട്ട് രജിസ്ട്രേഷൻ. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ അല്ലെങ്കിൽ നമ്മൾ ഫയലിംഗ് റിട്ടേൺ ഉള്ള വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാതെ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ സൈറ്റിൽ നിന്ന് നമുക്ക് നേരത്തെ കൊടുത്ത ടാക്സിൻ്റെ എമൗണ്ട്, നേരത്തെ എന്തെങ്കിലും അഡ്വാൻസ് ടാക്സ് കൊടുത്തതോ TDS കുറച്ചതോ മറ്റെന്തെങ്കിലും ടാക്സിൻ്റെ എമൗണ്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ടാക്സ് ക്രെഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോം നമ്പർ 26AS എന്ന ഫോമിലാണ് അതുണ്ടാവുക. അത് നമുക്ക് ഈ സൈറ്റിലൂടെ കാണാൻ കഴിയും. ചെക്ക് പ്രോസസ്സിംഗ് സ്റ്റാറ്റസ് ഓഫ് ഫയൽ റിട്ടേൺസ് ഓൺലൈൻ. റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫയൽ റിട്ടേണിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, അത് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ, അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഗെറ്റ് റീഫണ്ട് ത്രൂ റീഫണ്ട് ബാങ്കർ സ്കീം. ഫയലിംഗ് നടത്തുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് റീഫണ്ട് കിട്ടാൻ എലിജിബിലിറ്റി ഉള്ള ഒരു അസസി ആണെങ്കിൽ റീഫണ്ട് ബാങ്കർ സ്കീം മുഖേന വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റീഫണ്ട് കിട്ടാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ഫയലിങ്ങിലൂടെ ലഭിക്കുന്നുണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ. എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണ് ഫയലിംഗ് കൊണ്ട് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, കൺവീനിയൻറ്റ് ആൻഡ് സെക്യൂർ ഓൺലൈൻ ട്രാൻസാക്ഷൻ. നമ്മൾ സാധാരണ കാണുന്ന ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ്റെ ആ ഒരു കൺവീനിയൻസ് ഇതിനകത്തുണ്ട്. മാത്രമല്ല സെക്യൂർ ആയിട്ടുള്ള ട്രാൻസാക്ഷനാണ് നമ്മൾ ഈ ഒരു പോർട്ടലിലൂടെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത്. ദെൻ അവൈലബിൾ എനി ടൈം എനിവെയർ. ഏത് സമയത്തും എവിടെയും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫയലിംഗ് നടത്താൻ കഴിയും. നമ്മൾ സാധാരണ ഓൺലൈനിൽ പറഞ്ഞ ഫീച്ചറാണല്ലേ എനി ടൈം എനിവെയർ എന്ന് പറയുന്ന അതേ ഫെസിലിറ്റി ഇവിടെയുണ്ട്. ഹയർ ഡാറ്റ ആക്യുറസി. റെക്കോർഡ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ടാക്സ് പ്രിപ്പറേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മാനുവലി കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായേക്കാവുന്ന രീതിയിലുള്ള എറേഴ്സ് ഒന്നും ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ ഡാറ്റ ആക്യുറസി ഇതിനകത്ത് എൻഷുർ ചെയ്യാനും കഴിയുമെന്നുള്ളതാണ്. ഫോർത്ത് വൺ, ഫാസ്റ്റർ പ്രോസസ്സിംഗ് ഓഫ് റിട്ടേൺസ് ആൻഡ് ക്വിക്കർ റീഫണ്ട്സ്. വളരെ പെട്ടെന്ന് റിട്ടേൺ പ്രോസസ്സ് ചെയ്യുകയും റീഫണ്ടിന് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ലഭിക്കുകയും ചെയ്യുന്നു. അഞ്ചാമത്തത്, പേപ്പർലെസ് സേവ്സ് ട്രീസ് ആൻഡ് എൻവയോൺമെൻറ്റ്. പേപ്പർലെസ് ആണ്, ഡിജിറ്റലാണ്, അതുകൊണ്ട് തന്നെ ട്രീസ് സേവ് ചെയ്യാനും എൻവയോൺമെൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും കഴിയുന്നു. സോ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ. നെക്സ്റ്റ്, ഫോംസ് ഫോർ റിട്ടേൺ ഓഫ് ഇൻകം. ഏതെല്ലാം ഫോംസിലാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ITR വിവിധ ഫോമുകളുണ്ട്. ഇൻകം ടാക്സ് റിട്ടേൺസിന് പല ഫോമുകളുണ്ട്. ആ ഫോമുകൾ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫോം, ഒരു അസസിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയ ഫോം ഏതാണോ ആ ഫോം വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഫോമുകൾ ITR 1 മുതൽ 7 വരെയുള്ള ഫോമുകളുണ്ട്. അതിൽ ITR 1 അതിന് മറ്റൊരു പേരാണ് സഹജ് എന്ന് പറയുന്നത്. ആർക്കാണ് ITR 1 അപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്നുള്ളതാണ്. ഫോർ ഓർഡിനറി ഇൻഡിവിജ്വൽസ് ഹാവിംഗ് ഇൻകം ഫ്രം സാലറി ഓർ പെൻഷൻ, income from one house property and income from other sources, excluding winnings from lottery, horse races, dividend of more than rupees 10 lakh from domestic companies and deemed incomes, and total income up to rupees 15 lakh and agricultural income not exceeding rupees 5,000. എന്താണ് പറയുന്നത്? ഒരു സാധാരണ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനാണ് എന്ന് പറയുമ്പോൾ സാലറി അല്ലെങ്കിൽ പെൻഷൻ ഇൻകം ഉള്ള, അതുപോലെ തന്നെ ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻകം ഉള്ള, ഇൻകം ഫ്രം അതർ സോഴ്സസിൽ നിന്ന് ഇൻകം ഉള്ള എന്ന് പറയുമ്പോൾ അതർ സോഴ്സിൽ ഇൻകം ഉള്ള എന്ന് പറയുമ്പോൾ എല്ലാ ഇൻകവും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല. എന്ന് പറഞ്ഞാൽ
ലോട്ടറി വിന്നിങ്സോ ഹോഴ്സ് റേസസോ അതുപോലെ കാഷ്വൽ ഇൻകം ഉണ്ടെങ്കിൽ അത് ഉള്ളവർക്ക് ഈ ഫോം ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ ഡൊമസ്റ്റിക് കമ്പനീസിൽ നിന്ന് ഒരു വർഷം 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഡിവിഡൻഡ് കിട്ടുന്ന ആളുകളാണെങ്കിൽ അവർക്കും ഈ ഫോം ഉപയോഗിക്കാൻ കഴിയില്ല. ഡീംഡ് ഇൻകം ഉള്ളവർക്കും ഈ ഫോം അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ഈ പറഞ്ഞതല്ലാത്ത മറ്റു ഇൻകം ഉള്ളവരും, ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻകം ഉള്ള ആളും സാലറിയോ പെൻഷനോ കിട്ടുന്ന ആളും ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനും അവരുടെ ടോട്ടൽ ഇൻകം 50 ലക്ഷം രൂപയിൽ കൂടുതലാകാൻ പാടില്ല. 50 ലക്ഷം വരെ ടോട്ടൽ ഇൻകം ഉള്ള ആളുകളായിരിക്കണം. മാത്രമല്ല അവർക്ക് അഗ്രികൾച്ചറൽ ഇൻകം 5000 രൂപയിൽ കൂടാനും പാടില്ല. അപ്പോൾ 50 ലക്ഷം രൂപയിൽ കൂടുതൽ നോൺ അഗ്രികൾച്ചറൽ ഇൻകവും 5000 രൂപയിൽ കൂടുതൽ അഗ്രികൾച്ചറൽ ഇൻകവും ഇല്ലാത്ത, അല്ലേ, സാലറിയോ പെൻഷനോ കിട്ടുന്ന, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻകം കിട്ടുന്ന, അതുപോലെ തന്നെ അതർ സോഴ്സിൽ ഈ പറഞ്ഞ ലോട്ടറി വിന്നിങ്സ്, ഹോഴ്സ് റേസ്, 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഡിവിഡൻഡ്, ഡീംഡ് ഇൻകം തുടങ്ങിയിട്ടുള്ള അതർ സോഴ്സ് ഇൻകം അല്ലാത്ത ഇൻകമുള്ള ആളുകൾക്കാണ് ITR1 സഹജ് എന്ന് പറയുന്ന ഇൻഡിവിജ്വൽസിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഈ ഫോം ഉപയോഗിക്കാൻ കഴിയുക. ITR2 ആർക്കാണ്? ഫോർ ഇൻഡിവിജ്വൽ ഓർ HUF നോട്ട് ഹാവിംഗ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ ഇൻകം ഇല്ലാത്ത വേറെ ഏത് ഇൻകമുള്ള ആളുകളാണെങ്കിലും ഇൻഡിവിജ്വലിനും HUFനും ITR2 അനുസരിച്ച് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. ITR3 അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഫോർ ഇൻഡിവിജ്വൽസ് ഓർ HUF ഹാവിംഗ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇനി ബിസിനസ് ഇൻകമോ പ്രൊഫഷണൽ ഇൻകമോ ഉള്ള എന്ന് പറഞ്ഞാൽ ITR2 ആകുമ്പോൾ അവിടെ എന്ത് പറ്റില്ല? ബിസിനസ്സോ പ്രൊഫഷനോ ഇൻകം ഉള്ളവർക്ക് ITR2 പറ്റില്ല. എന്നാൽ ബിസിനസിന്റെയും പ്രൊഫഷന്റെയും ഇൻകം ഉള്ള ഇൻഡിവിജ്വലിനും HUFനും മറ്റു ഇൻകം അതിന് കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ITR3 അനുസരിച്ച് റിട്ടേൺ ഫയൽ ചെയ്യാൻ കഴിയും. ITR4 also called സുഗം, income from business other than speculation, salary or pension, income from one house property and income from other sources excluding winnings from lottery, horse races, dividend of more than rupees 10 lakh from domestic companies and deemed incomes and agricultural income not exceeding rupees 5,000. ഇവിടെ നമ്മൾ നേരത്തെ ഫോം നമ്പർ 1 പറഞ്ഞതിൽ ഉപരിയായിട്ട് സ്പെക്കുലേറ്റീവ് അല്ലാത്ത ബിസിനസ് ഇൻകം ഉള്ളവരും കൂടിയാണെങ്കിൽ അവർക്ക് ITR4 ഫയൽ ചെയ്യാം. അപ്പോൾ ITR1 പറയുമ്പോൾ അവിടെ ബിസിനസിന്റെ ഇൻകം ഒന്നും തന്നെ നമ്മൾ എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്, അല്ലേ? എന്നാൽ ITR1 പറഞ്ഞ ഇൻകം ഉള്ള ഇൻഡിവിജ്വൽസ് ഒപ്പം അവർക്ക് സ്പെക്കുലേറ്റീവ് അല്ലാത്ത ബിസിനസ്സിലൂടെ ഇൻകം ഉണ്ടെങ്കിൽ അവർക്ക് ITR4 ഫയൽ ചെയ്യാൻ പറ്റും. ബാക്കിയെല്ലാം ITR1 പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. സാലറിയോ പെൻഷനോ കിട്ടുന്ന ആളുകൾ, ഒരു ഹൗസ് പ്രോപ്പർട്ടിന് ഇൻകം കിട്ടുന്ന ആൾ, ഹോഴ്സ് റേസോ ലോട്ടറി വിന്നിങ്സോ അല്ലാത്ത, 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഡിവിഡൻഡ് കിട്ടാത്ത, ഡീംഡ് ഇൻകം ഇല്ലാത്ത അതർ സോഴ്സ് ഇൻകം ഉള്ള ആളുകൾ, അഗ്രികൾച്ചറൽ ഇൻകം 5000 രൂപയിൽ കൂടുതലാകാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകൾക്കാണ് ITR4 ബാധകമായിട്ടുള്ളത്. ITR5 അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഫോർ പേഴ്സൺസ് അതർ ദാൻ ഇൻഡിവിജ്വൽ, HUF, കമ്പനി ആൻഡ് പേഴ്സൺസ് ഫയലിംഗ് ഫോം ITR7. ഇൻഡിവിജ്വലും HUFും കമ്പനിയും അല്ലാത്ത ITR7 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫോമാണ് ITR7. ITR7 ഫയൽ ചെയ്യേണ്ട ആളുകളുമല്ലാത്തവർക്കാണ് ITR5 അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ AOP, BOI, ലോക്കൽ അതോറിറ്റി തുടങ്ങിയിട്ടുള്ള മറ്റു പേഴ്സൺസ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഇൻഡിവിജ്വലും HUFും കമ്പനിയും അതുപോലെ തന്നെ ITR7 ഫയൽ ചെയ്യേണ്ടുന്ന ആളുകളുമല്ലാത്ത എല്ലാവർക്കും ITR5 ഉപയോഗിച്ച് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. ITR6 കമ്പനീസിന് മാത്രം ബാധകമായിട്ടുള്ള ഫോമാണ്. കമ്പനീസാണ് ITR6 റിട്ടേൺ ഫയൽ ചെയ്യാറുള്ളത്. ITR7 എന്ന് പറയുന്നത് ഫോർ പേഴ്സൺസ് ഇൻക്ലൂഡിംഗ് കമ്പനീസ് റിക്വയർഡ് ടു ഫർണിഷ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ 4A, 139 സബ്സെക്ഷൻ 4B, 139 സബ്സെക്ഷൻ 4C എക്സെട്ര. ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, പൊളിറ്റിക്കൽ പാർട്ടീസ്, അതുപോലെ തന്നെ മറ്റുള്ള ഇൻഷുറൻസ് കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് ഏജൻസീസ്, അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ ഏജൻസീസ് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ, അവർക്ക് ബാധകമായിട്ടുള്ള റിട്ടേൺ ആണ് ITR7 എന്ന് പറയുന്നത്. ഇനി ITR-V നമ്മൾ നേരത്തെ പറഞ്ഞു. ITR-V ഒരേ സമയത്ത് അത് ഒരു റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഫോമുമാണ്, എന്നാൽ അക്നോളജ്മെന്റുമാണ്. നോർമലി EVC അല്ലെങ്കിൽ ഡീറ്റെയിൽ സിഗ്നേച്ചർ ഉള്ള ഒരു അസസി ആണെങ്കിൽ ITR-V അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഫയൽ ചെയ്ത, അപ്പോൾ നമ്മൾ പറഞ്ഞു 7 ഫോംസ് പറഞ്ഞു, ഇതിൽ 7 ഏതെങ്കിലും ഒരു ഫോം അനുസരിച്ച് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് കിട്ടുന്ന അക്നോളജ്മെന്റ് ആണ് ITR-V എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഡീറ്റെയിൽ സിഗ്നേച്ചറോ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡോ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് ITR-V റിട്ടേൺ ഫോം അല്ല, മറിച്ച് അത് എന്ത് മാത്രമാണ്?
ഒരു അക്നോളജ്മെന്റ് മാത്രമാണ്. എന്നാൽ ഡിജിറ്റൽ സിഗ്നേച്ചറോ അതല്ലെങ്കിൽ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡോ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യണം? ഈ ITR-V ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഹാർഡ് കോപ്പി 120 ഡേയ്സിനുള്ളിൽ ബാംഗ്ലൂരിലെ CPC-യിലേക്ക് അയച്ചു കൊടുക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയത്ത് അക്നോളജ്മെന്റുമാണ് റിട്ടേണിന്റെ ഫോമുമാണ്. അപ്പോൾ ഇതാണ് ITR-7 ഫോംസ് ഉണ്ട്, ഒപ്പം തന്നെ ITR-V എന്ന വെരിഫിക്കേഷൻ ഫോമും ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ പാൻ സെക്ഷൻ 139A. പാൻ എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ? പാൻ എന്ന് പറയുന്നത് എന്താണ്? എ കോഡ് നമ്പർ ഇഷ്യൂഡ് ബൈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ടു എവരി അസസി. എല്ലാ അസസീസിനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു കോഡാണ് അല്ലേ? ഈ കോഡ് എന്ന് പറയുന്നത് ഒരു ആൽഫ ന്യൂമറിക് കോഡാണ്. 10 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ലാമിനേറ്റഡ് കാർഡ് രൂപത്തിൽ ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ് പാൻ എന്ന് പറയുന്നത്. 10 ക്യാരക്ടേഴ്സ് ഉണ്ടാകും. അതിനകത്ത് ആൽഫ ന്യൂമറിക് ആണ്, ആൽഫബറ്റ്സ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ എല്ലാം കോമ്പിനേഷൻ ആയിട്ടുള്ള 10 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ആൽഫ ന്യൂമറിക് കോഡാണ്. ഇത് മുമ്പ് ലാമിനേറ്റഡ് കാർഡായിട്ടാണ് ഇഷ്യൂ ചെയ്തിരുന്നത്. എന്നാൽ 2019-20 അസസ്മെന്റ് ഇയർ മുതൽ പാൻ ഇഷ്യൂ ചെയ്യുന്നത് ലാമിനേറ്റ് കാർഡായിട്ട് വേണം, നിർബന്ധമൊന്നുമില്ല. ലാമിനേറ്റ് കാർഡായിട്ടോ അല്ലെങ്കിൽ ഒരു നമ്പർ മാത്രം ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാലും അത് വാലിഡ് ആണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു ലാമിനേറ്റ് കാർഡ് ഫോമിൽ തന്നെ പാൻ വേണമെന്ന് 2019-20 അസസ്മെന്റ് ഇയർ മുതൽ നിർബന്ധമല്ല എന്ന് ചുരുക്കം. ഇനി പാൻ എവിടെയൊക്കെയാണ് കമ്പൽസറി ആവുക? പാൻ നമ്മൾ എവിടെയൊക്കെ നിർബന്ധമാണ്? ഒന്ന്, ഇൻകം എക്സീഡ്സ് മിനിമം എക്സംഷൻ ലിമിറ്റ് അല്ലെ? മിനിമം എക്സംഷൻ ലിമിറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. മിനിമം എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുതൽ ഇൻകം ഉള്ള ആളുകളാകുമ്പോൾ അവർക്ക് പാൻ വേണം. റെപ്രസെൻറ്റേറ്റീവ് അസസീസിന് പാൻ വേണം അല്ലെ? ഡീംഡ് അസസിയുടെ കേസിലാകുമ്പോൾ പാൻ വേണം. ക്യാരിങ് എ ബിസിനസ് ഓർ പ്രൊഫഷൻ ആൻഡ് ടോട്ടൽ ടേൺ ഓവർ ഓർ ഗ്രോസ് റെസിറ്റ്സ് എക്സീഡ്സ് ₹5 lakh ഇൻ എനി ഫിനാൻഷ്യൽ ഇയർ. അതുപോലെ ബിസിനസ്സോ പ്രൊഫഷനോ ക്യാരി ഓൺ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ ടേൺ ഓവർ അല്ലെങ്കിൽ ഗ്രോസ് റെസിറ്റ്സ്, ബിസിനസ് ആണെങ്കിൽ ടേൺ ഓവർ, പ്രൊഫഷൻ ആണെങ്കിൽ ഗ്രോസ് റെസിറ്റ്സ് 5 ലക്ഷം രൂപയിൽ കൂടുകയാണ്, ഏതെങ്കിലും ഫിനാൻഷ്യൽ 5 ലക്ഷം രൂപയിൽ കൂടുതൽ ടേൺ ഓവറോ ഗ്രോസ് റെസിറ്റ്സോ ഉള്ള ബിസിനസ്മാൻ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് എന്ത് ചെയ്യണം? പാൻ എടുത്തിരിക്കണം. റിക്വയർഡ് ടു ഫർണിഷ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ 4A. ചാരിറ്റബിൾ റിലീജിയസ് ട്രസ്റ്റുകൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടുന്ന ചാരിറ്റബിൾ റിലീജിയസ് ട്രസ്റ്റുകൾ പാൻ എടുത്തിരിക്കണം. എ റെസിഡന്റ് അതർ ദാൻ ഇൻഡിവിജ്വൽ എൻറ്റേഴ്സ് ഇൻടു എ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓഫ് എമൗണ്ട് അഗ്രിഗേറ്റിംഗ് to ₹250,000 ഓർ മോർ ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഇൻഡിവിജ്വൽ അല്ലാത്ത റെസിഡന്റ് ആയിട്ടുള്ള ഒരാൾ 2 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ഉള്ള ഒരു ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുകയാണെങ്കിൽ, 2 ലക്ഷമോ അതിൽ കൂടുതലോ വാല്യൂ വരുന്ന ഒരു ട്രാൻസാക്ഷനിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പാൻ നിർബന്ധമാണ്. എൻറ്റൈറ്റിൽഡ് ടു റിസീവ് എനി സം ഓർ ഇൻകം ഓൺ വിച്ച് ടാക്സ് ഇസ് ഡിഡക്റ്റബിൾ അറ്റ് എ സോഴ്സ്. TDS മാൻഡേറ്ററി ആയിട്ടുള്ള, TDS കുറയ്ക്കേണ്ടുന്ന ഏതെങ്കിലും ഇൻകം കിട്ടേണ്ടുന്ന ഒരാളാണെങ്കിൽ, ഒരാൾക്ക് ഇൻകം കിട്ടുന്ന സമയത്ത് TDS അതിന് കുറക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ TDS കുറയ്ക്കേണ്ടുന്ന ഇൻകം കിട്ടുന്ന ഒരാൾക്ക് പാൻ നിർബന്ധമാണ്. ലിസ്റ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്. ദീസ് ആർ സം കേസസ് വെർ പാൻ ഈസ് കമ്പൽസറി. നെക്സ്റ്റ്, കോട്ടിംഗ് പാൻ റൂൾ 114B. അതായത് നമ്മൾ എവിടേക്കാണ് പാൻ നമ്പർ കോട്ട് ചെയ്യേണ്ടത്? ചില സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ടും പാൻ നമ്പർ കോട്ട് ചെയ്യണം, പാൻ അതിനകത്ത് കൊടുത്തിരിക്കണം. അപ്പോൾ പാൻ കൊടുക്കേണ്ടുന്ന കേസസ് ഏതൊക്കെയാണ്? ചില എക്സാമ്പിൾസ് ആണ് ഇതിനകത്ത് റൂൾ 114B അനുസരിച്ചുള്ളത് പറയുന്നത്. 1/1/2016 മുതൽ ഇനി പറയാൻ പോകുന്ന സാഹചര്യങ്ങളിൽ, സിറ്റുവേഷനുകളിൽ പാൻ കമ്പൽസറിയാണ്, പാൻ കോട്ട് ചെയ്യേണ്ടത് നിർബന്ധമാണ്. 1, സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാല്യൂ ഓഫ് മോർ ദാൻ ₹10 lakh. 10 ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ള ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ പാൻ കോട്ട് ചെയ്യണം. സെയിൽ ഓർ പർച്ചേസ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ് അതർ ദാൻ 2 wheelers. 2 wheelers അല്ലാത്ത മോട്ടോർ വെഹിക്കിൾസ് പർച്ചേസ് ചെയ്യുമ്പോൾ, സെയിൽ ചെയ്യുമ്പോൾ പാൻ കോട്ട് ചെയ്യണം. ടൈം ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്, കോഓപ്പറേറ്റീവ് ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, നിധീസ്, NBFCs etc. of more than ₹50,000 or in aggregate 5 lakh during the year. ഇനി ഏതെങ്കിലും ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ കോഓപ്പറേറ്റീവ് ബാങ്കിലോ നിധീസിലോ NBFCസിലോ 50,000 രൂപയിൽ കൂടുതൽ ഒന്നിച്ച്, അതല്ലെങ്കിൽ ഒരു വർഷം പല തവണകളായിട്ട് 5 ലക്ഷം രൂപ ഒന്നിച്ച്, എല്ലാം കൂടെ കൂട്ടുമ്പോൾ സമയത്ത്
പല തവണകളായുള്ള ട്രാൻസാക്ഷൻ്റെ അഗ്രിഗേറ്റ് എമൗണ്ട് 5 ലക്ഷം രൂപ ഒരു വർഷത്തിൽ വരികയാണെങ്കിൽ അത്തരം സമയങ്ങളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്തുകയാണെങ്കിൽ അവർ പാന് കോട്ട് ചെയ്യണം. സെയിൽ ഓർ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ് അതർ ദാൻ ഷെയർസ് വാല്യൂ ഓഫ് ₹1 lakh പെർ ട്രാൻസാക്ഷൻ. ഷെയർ ഒഴികെയുള്ള സെക്യൂരിറ്റീസ് ഏതെങ്കിലും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ്റെ വാല്യൂ 1 ലക്ഷം രൂപയിൽ വരുന്നുണ്ടെങ്കിൽ അത്തരം ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് പാന് കോട്ട് ചെയ്യണം. ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് അതർ ദാൻ ടൈം ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് ഓർ കോപ്പറേറ്റീവ് ബാങ്ക്. ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലാത്ത മറ്റു അക്കൗണ്ടുകൾ ഒരു ബാങ്കിലോ കോപ്പറേറ്റീവ് ബാങ്കിലോ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് പാന് കമ്പൽസറി ആണ്. ഹോട്ടൽ ഓർ റെസ്റ്റോറൻറ്റ് ബിൽ ഓഫ് മോർ ദാൻ ₹50,000 അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരൊറ്റ ഹോട്ടൽ ബില്ല് 50,000 രൂപയിൽ കൂടുതൽ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ പാന് കോട്ട് ചെയ്യണം. ക്യാഷ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് ഓർ കോപ്പറേറ്റീവ് ബാങ്ക് മോർ ദാൻ ₹50,000 ഇൻ എ ഡേ. ഒരൊറ്റ ദിവസം നമ്മൾ ഏതെങ്കിലും ബാങ്കിലോ കോപ്പറേറ്റീവ് ബാങ്കിലോ 50,000 രൂപയിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ പാൻ നമ്പർ അവിടെ കോട്ട് ചെയ്യണം. അപ്ലിക്കേഷൻ ടു ബാങ്ക് ഓർ എനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡിനോ ക്രെഡിറ്റ് കാർഡിനോ വേണ്ടി ബാങ്കിലോ മറ്റു സ്ഥാപനങ്ങളിലോ അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് പാന് കോട്ട് ചെയ്യണം. പർച്ചേസ് ഓഫ് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് ഓഫ് മോർ ദാൻ ₹50,000 അല്ലെ 50,000 രൂപയിൽ കൂടുതൽ വാല്യൂ ഉള്ള മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പാന് കോട്ട് ചെയ്യണം. ഓപ്പണിംഗ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പാൻ നമ്പർ കോട്ട് ചെയ്യണം. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം മോർ ദാൻ ₹50,000 ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. ഒരു വർഷം 50,000 രൂപയിൽ കൂടുതൽ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കേണ്ടി വന്നാൽ അവിടെ പാൻ കോട്ട് ചെയ്യണം. ഇതെല്ലാം തന്നെ റൂൾ 114B അനുസരിച്ച് നിർബന്ധമായും പാൻ കോട്ട് ചെയ്യേണ്ട ചില സർക്കംസ്റ്റൻസസ് ആണ്. ഓക്കെ, താങ്ക് യു.